ഓക്കെ ഹായ് ഗൈസ്. അപ്പൊ നമ്മള് ഇന്ന് വണ്ടി ഇട്ട് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ കൊണ്ട് നമ്മളിപ്പോ 1265 കിലോമീറ്റർ കവർ ചെയ്തു. മഹിന്ദാനെ പറ്റിച്ചു പോയി നമ്മുടെ ഡ്രൈവിംഗ് കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് 1000 കിലോമീറ്റേഴ്സിന് ബസ് സർവീസിന് വന്നേക്കാം. ഇവിടെ ജഗ്ദൽപൂർ എന്ന് പറയുന്ന പ്ലേസ് ഉണ്ട് ഛത്തീസ്ഗഡില്. അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ നിയർ ബൈ ധാബയിൽ നമ്മൾ ഫുഡും കഴിച്ചു. ബിക്കോസ് ഇവര് നമുക്ക് വണ്ടി സർവീസ് ചെയ്ത് തരാൻ കുറെ നൂലാമാലകൾ. അപ്പൊ ഇനി ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അടുത്തത് പറയുന്നത്. അതായത് PR വരുമ്പോ ടെമ്പർ രജിസ്ട്രേഷനിൽ വരുമ്പോ നമുക്ക് ലോങ് ഡ്രൈവ് വരുവാണെങ്കിൽ ചേസസ് നമ്പറിൽ ഇവര് ഡോർ പാസ് ഗേറ്റ് പാസ് വരുള്ളൂ. ഗേറ്റ് പാസ് വന്നാലേ അവരുടെ സിസ്റ്റത്തിൽ വരുള്ളൂ. എന്നിട്ടാണ് അവർ സർവീസിങ് കൊടുക്കുന്നത്. നമ്മുടെ ടെമ്പററി നമ്പർ ആണെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു നല്ല കുട്ടിയാണ് റിസപ്ഷനിൽ ഇരുന്നത്. ആ പെണ്ണിന്റെ ടെൻഷൻ കാരണം ഞങ്ങളുടെ 1.5 മണിക്കൂർ പോയി. അങ്ങനെ അവൾക്ക് മനസ്സിലാവണ്ടെന്നില്ല TR ചെയ്യേണ്ടത്, ചേസിസിലാണോ ചെയ്യേണ്ടത്. 2 വട്ടം ഞങ്ങൾ തന്നെ പറഞ്ഞു ചേസിസ് ചെയ്യുക, പക്ഷെ അത് കേട്ടില്ല. അവസാനം ചേസിസിൽ തന്നെ ചെയ്ത് ഇപ്പൊ വണ്ടി സർവീസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. എന്താകുമെന്ന് കണ്ടറിയണം. പിന്നെ 2 ദിവസമായിട്ട് വെള്ളം ആ വണ്ടി കണ്ടിട്ടേ ഇല്ല. ഒരു ഓഫ് റൈഡിങ്ങിന് ശേഷം അതൊരു യെല്ലോ കളറാണോ ബ്രൗൺ കളറാണോ എന്ന് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിലാണ്. രാത്രി അത് ബ്രൗൺ കളറും രാവിലെ അതൊരു മഞ്ഞ ടാറ് പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്, ചെളിയുടെ കളറായിട്ട്. അങ്ങനെ അപ്പൊ നമ്മള് നെക്സ്റ്റ് ഇനി കാറ് എടുക്കാൻ പോവാണ്. എന്താവും കണ്ടറിയാം. കാര്യം എന്തൊക്കെ പറയുകയാണെങ്കിലും ഷോറൂം അല്ല, വലിയ ഷോറൂം ആട്ടോ, റാഞ്ചിയുടെ പോലെ അല്ല. ഒരു ദിവസം ഇവിടുന്ന് ഒരു 10-12 വണ്ടിയാണ് ഗൈസ് ഡെലിവറി പോകുന്നത്. ഡെലിവറി സ്ഥലം കണ്ടോ, സ്വന്തമായിട്ട് പൂജയൊക്കെ ചെയ്ത് തന്നെയാണ് ഇവിടുന്ന് ഡെലിവറി തരുന്നത്. പിന്നെ റാഞ്ചിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏത്യസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് വണ്ടി എടുക്കാം. പൂജയും കാര്യങ്ങളൊന്നും ഇല്ല. ഫൈനലി നമ്മുടെ വണ്ടി അകത്തോട്ട് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാറ് ഫുൾ സർവീസിങ് കഴിഞ്ഞ് കഴുകി കിട്ടി കുട്ടപ്പിയായിട്ടുണ്ട് ഇപ്പൊ പിന്നെ. അപ്പൊ നമ്മുടെ റോക്സി കുട്ടപ്പിയായി. അപ്പൊ കോമൺ എന്താ അറിയോ, ഞങ്ങള് 2:30 വന്നതാ ഈ ഷോറൂമില്. 2:30 വന്നിട്ട് ഇപ്പൊ സമയം 7 മണി, 7:07. അതായത് ഇത്ര മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. ഫുഡ് കഴിക്കാൻ പോയി, ഞങ്ങള് ഡാബയിൽ പോയി, ഡാബയിൽ നിന്ന് തിരിച്ചു വന്നു. ആ ഫുഡും തിരിച്ചു വിശപ്പ് രക്ഷ തുടങ്ങി. എന്നിട്ടും കാറ് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് കലിഞ്ഞു. നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ലല്ലോ. പിന്നെ നമ്മള് കുറച്ചുകൂടെ പക്ഷേ നമ്മള് കേരളത്തിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റ് അല്ല പുറത്തേക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യം കയറും. നമ്മൾ ഈ ചുമ്മാ വന്നിക്കണല്ലോ, ഫ്രീ ആയിട്ട് വന്നേക്കണല്ലോ, നമ്മള് പൈസ കൊടുത്ത് കാറ് വാങ്ങിയിട്ട് വല്ല കസ്റ്റമർ. അപ്പൊ കസ്റ്റമറിന് ഭയങ്കര ബാഡ് ആയിട്ട് തോന്നും. ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല, അകത്ത് വീഡിയോ അല്ല, അവിടെ എല്ലാം ഫോട്ടോഗ്രാഫിയിലാണല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഏരിയ മാനേജേഴ്സിന്റെ ഒക്കെ നമ്പറും മെയിൽ ID ഒക്കെ ഉണ്ട്. ഞാനിരുന്ന് നോട്ട് ചെയ്യുകയാണെ. കുറച്ചു നേരം നോട്ട് ചെയ്തപ്പോഴത്തേക്ക് സെയിൽസ് മാനേജർ, ഇവിടെ എല്ലാം ഗ്ലാസ് ആണ്, ഫുള്ള് ഗ്ലാസ് ഇട്ട ക്യാബിൻസ് ആണ്. സെയിൽസ് മാനേജർ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി അകത്തേക്ക് വിളിച്ചു. പുള്ളി അകത്തേക്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് കുറെ നേരമായി വന്നിട്ട്. ഞാനപ്പോ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൽ ID ഞാൻ രജിസ്റ്റർ ചെയ്യുമായിരുന്നു എന്റെ ഫോണിലേക്ക്. അവിടത്തേക്കും പുള്ളി പറഞ്ഞ സോറി മാം, ഇങ്ങനെ ഷാമ്പൂ ഇത് വൈകിപ്പോയി, അതാണ് മാമിന്റെ കാറിന് വേണ്ടി നമ്മുടെ കാറ് കഴുകാൻ ഷാമ്പൂ ഒക്കെ കൊണ്ടുവന്ന്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പത്തേക്ക് നമ്മൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നോട് ഇങ്ങനെ പേര് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ പുള്ളിയുടെ പേര് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേരളത്തിലേക്ക് പോകുന്നു. ഓ കേരളത്തിലാണോ? അപ്പൊ സെയിൽസ് മലയാളിക്ക് വയ്യ. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് കേരളത്തിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പലതും സർവീസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ലെവലിൽ കിട്ടില്ല. അപ്പൊ നമുക്ക് ദേഷ്യം കയറും. ഒബിയസ്ലി മലയാളികളാണല്ലോ, നമുക്കെല്ലാം പെർഫെക്ഷന് വേണ്ടേ. അപ്പൊ അതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സോറിയൊക്കെ പറഞ്ഞ് നമ്മളെ വിട്ട് കളഞ്ഞു. പിന്നെ വണ്ടി കഴിയാൻ കിട്ടിയാൽ ഇത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് റോക്സി ആണല്ലോ വലുത്. എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്, ഒന്ന് നോക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ സർവീസ് എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞ് നമ്മൾ പോവാണ് ഗൈസ്. അപ്പൊ ടാറ്റ, ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. നമുക്ക് വണ്ടി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഡെലിവറി ആണെങ്കിലും സർവീസ് കഴിഞ്ഞാണെങ്കിലും കിട്ടുന്നത് പാതിരാത്രി ആയിരിക്കും. അടുക്കള വഴിയാണ് നമുക്ക് എല്ലാ തവണയും വണ്ടി കിട്ടിക്കൊണ്ട്. പക്ഷേ ഇത്തവണ ഫ്രണ്ടിൽ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ താറിലാണ്. അപ്പം ഞങ്ങൾ നാളെ ഫുഡ് ഉണ്ടാക്കാനുള്ള അരി മേടിക്കാനായിട്ട് അവർ കടയിലോട്ട് പോയേക്കുകയാണ്. ഞങ്ങൾ കണ്ടൻറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അതാണിപ്പോൾ വിഷയം. അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്യാം. കഴിഞ്ഞ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. സീ യു സൂൺ.